ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും സ്വാഗതം. എല്ലാവർക്കും പ്രണാമം. വെൽക്കം ടു വൺ ആൻഡ് ഓൾ. ഇപ്പൊ നമ്മള് മാംഗ്ലൂര് ഇസ്കോണിന്റെ കീഴില് ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിളിന്റെ കീഴിലുള്ള 18 ദിവസത്തെ ഭഗവത്ഗീത പഠനം ആരംഭിക്കുകയാണ്. എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം. നമ്മള് എന്താ മനസ്സിലാക്കേണ്ടത്? അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി, ഇസ്കോൺ എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മുടെ ആത്മീയ ആചാര്യനെയാണ് ഇവിടെ കാണിക്കുന്നത്. ദിവ്യപൂജ്യ ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദർ. അദ്ദേഹത്തിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. 1896 ഭാരതത്തിലെ കൽക്കത്തയിലെ ഭൂജാതനായി. സർവകലാശാല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം 1922 കൽക്കത്തയിൽ വെച്ചിട്ട് തന്റെ ആത്മീയ ഗുരുവായിട്ടുള്ള ഭക്തി സിദ്ധാന്ത ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിനെ കണ്ടുമുട്ടുകയാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ഗുരു. ഇപ്പോ പണ്ഡിതനും മതാചാര്യനും 64 ഗൗഡീയ മഠങ്ങളുടെ സ്ഥാപകനുമായിട്ടുള്ള ശ്രീ ഭക്തി സിദ്ധാന്ത സരസ്വതിക്ക് വിദ്യാസമ്പന്നനും യുവാവുമായിട്ടുള്ള അഭയചരണിനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ വൈദിക ജ്ഞാനം പ്രചരണം ചെയ്യുന്നതിന്റെ ആവശ്യകതയെ കുറിച്ചിട്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ശ്രീല പ്രഭുപാദര് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയായി. പിന്നീട് 10 വർഷത്തിന് ശേഷം 1932 ഔപചാരികമായിട്ട് ഗുരുദീക്ഷ സ്വീകരിച്ചിട്ട് ശിഷ്യനായി തീർന്നത്. 1922 ആദ്യമായിട്ട് കണ്ടുമുട്ടിയപ്പോൾ തന്നെ വൈദിക ജ്ഞാനം ഇംഗ്ലീഷ് ഭാഷയിൽ പ്രചരിപ്പിക്കാൻ അദ്ദേഹം പ്രഭുപാദിനോട് അപേക്ഷിക്കുകയുണ്ടായി. ശ്രീല പ്രഭുപാദർ പിന്നീടാണ് ഭഗവത്ഗീതയ്ക്ക് ഇംഗ്ലീഷില് വ്യാഖ്യാനം രചിച്ചത്. പിന്നെ ഗൗഡീയ മഠത്തിലെയൊക്കെ പ്രവർത്തനങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നു. 44 അദ്ദേഹം ഭഗവത് സന്നിധിയിലേക്ക് ബാക്ക് ടു ഗോഡ് ഹെഡ് എന്നുള്ള മാസിക പ്രസിദ്ധീകരിച്ചു. ഇന്നും അത് വിവിധ ഭാഷകളില് നടക്കുന്നുണ്ട്. പ്രഭുപാദരുടെ പാണ്ഡിത്യവും ഭക്തിയും മാനിച്ചിട്ട് ഗൗഡീയ വൈഷ്ണവ സമുദായം 47 അദ്ദേഹത്തിന് ഭക്തി വേദാന്ത എന്നുള്ള സ്ഥാനപ്പേര് നൽകി ആദരിക്കുകയാണ് ഉണ്ടായത്. 54 വയസ്സിൽ അദ്ദേഹം ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് വിരമിച്ചു. വൃന്ദാവനത്തിലെ രാധാ ദാമോദർ ക്ഷേത്രത്തിൽ താമസിച്ചു. അഞ്ജന മാതാജി ഒന്ന്. ഹരേ കൃഷ്ണ മാതാജി, ഞാൻ മ്യൂട്ട് ചെയ്യാം. ഹരേ കൃഷ്ണ. അങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നും വിരമിച്ചിട്ട് രാധാ ദാമോദർ ക്ഷേത്രത്തിൽ താമസിച്ച് സന്യാസം സ്വീകരിച്ചു. അവിടെ വെച്ചിട്ടാണ് ഭാഗവതം, ശ്രീമദ് ഭാഗവതം അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്. അന്യഗ്രഹങ്ങളിലേക്ക് സുഗമയാത്ര, അതായത് ഈസി ജേർണി ടു അതർ പ്ലാനറ്റ്സ് എന്നുള്ള ഗ്രന്ഥം രചിച്ചതും അപ്പോഴാണ്. പ്രഭുപാദര് ആധ്യാത്മിക ഗുരുവിന്റെ നിയോഗം പൂർത്തീകരിക്കാനായിട്ട് അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് യാത്ര തിരിക്കുന്നുണ്ട്. പ്രായമായ വേളയിലാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ധാരാളം ധനമൊന്നുമില്ല. അങ്ങനെ 40 രൂപയുമായിട്ടാണ് അദ്ദേഹം ഒരു ജലദൂത എന്നുള്ള ചരക്ക് കപ്പലിലാണ്, ഇവിടെ കാണിക്കാം, ചരക്കു കപ്പല്, ഇതിലാണ് അദ്ദേഹം യാത്ര തിരിച്ചത്. അവിടെ എത്തുന്ന വേളയിൽ തന്നെ 2 തവണ അദ്ദേഹത്തിന് ഹൃദയാഘാതം നേരിട്ടു. അങ്ങനെ അദ്ദേഹം വളരെ ക്ലേശങ്ങൾ സഹിച്ച് അവിടെ ചെന്നു. അവിടെ ആദ്യം ഒന്നും അത്ര സുഖകരമായിരുന്നില്ല. പിന്നീട് അദ്ദേഹം നാമസങ്കീർത്തനമൊക്കെ അവിടുത്തെ ന്യൂയോർക്കിലെ പാർക്കിലൊക്കെ നടത്തി ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ സങ്കീർത്തനം ചെയ്തു. കുറെ ചെറുപ്പക്കാര് ഹിപ്പീസം നടമാടിക്കൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു. അങ്ങനെ അവരൊക്കെ ആകൃഷ്ടരായി. അങ്ങനെ ജോർജ് ഹാരിസൺ, ബീറ്റിൽസ് എന്നുള്ള മ്യൂസിക് ബാൻഡിന്റെ ആള് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ആൽബമാക്കി. അങ്ങനെ പിന്നീട് അവിടുന്ന് കുറെ അധികം ശിഷ്യരെ സമ്പാദിച്ചു. 10 വർഷത്തിനകം 14 തവണ ആഗോള പര്യടനം നടത്തി. പിന്നെ 108 ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. ഈ രാധാകൃഷ്ണ വർഷിപ്പ് അത് ശ്രീല പ്രഭുപാദനാണ് പ്രചരിപ്പിക്കുകയുണ്ടായത്. ഹരേ കൃഷ്ണ. ഇത്രയാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്.
അപ്പോൾ നമ്മൾ 18 ദിവസം കൊണ്ട് ഭഗവത്ഗീത മനസ്സിലാക്കും. സ്ഥാപകാചാര്യൻ ഇസ്കോണിന്റെ ഇതാണ്. ഈ ഗ്രന്ഥമാണ് നമ്മൾ ഇവിടെ കാണിക്കാം. ഇതാണ് നമ്മൾ പഠിക്കുന്നത് യഥാരൂപം. ശ്രീല പ്രഭുപാദ് വിവർത്തനവും ഭാവാർത്ഥവും എഴുതിയിട്ടുള്ള ബുക്കാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അദ്ദേഹം അനവധി വൈദിക ശാസ്ത്രജ്ഞന്മാരുമായിട്ടൊക്കെ ഡിബേറ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആഗോള പര്യടനം നടത്തി. ഇത് കൊച്ചി മട്ടാഞ്ചേരിയിലെ അദ്ദേഹത്തിന്റെ ഷിപ്പ് ഇവിടെ വന്നപ്പോൾ അദ്ദേഹം കുറച്ച് സമയം അവിടെ ചെലവഴിച്ചു. അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ശിലാഫലകം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതാണ് ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് മാംഗ്ലൂർ ടെമ്പിളിന്റെ ഡീറ്റീസ് ആണ്. ഹരേ കൃഷ്ണ. ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിളിന്റെ അഡ്രസ് ആണ് ഇത്. ടെമ്പിൾ പ്രസിഡന്റ് ആയിട്ടുള്ളത് നാമനിഷ്ഠദാസ് പ്രഭു ബിടെക് IIT കാൺപൂരിൽ നിന്ന് കഴിഞ്ഞതാണ്. പിന്നീട് അദ്ദേഹം സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിട്ട് അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ട് വരികയാണ്. ഇത് നമ്മുടെ ആത്മീയ ആചാര്യനാണ്. ഇദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള ജയപതാക സ്വാമി മഹാരാജാണ് ദീക്ഷാഗുരു. ഇപ്പൊ ശിക്ഷാ ഗുരുവായിട്ട് IIT കാൺപൂരിൽ നിന്ന് വന്നിട്ട് നമുക്കൊക്കെ ഇപ്പോ ശിക്ഷാ ഗുരുവായിട്ട് ടെമ്പിൾ പ്രസിഡന്റ് ആയിട്ടുള്ള നാമനിഷ്ഠ പ്രഭുവാണ് ഇത്. അപ്പൊ നമ്മള് ഇപ്പൊ വരുന്നത് ഇസ്കോൺ നിലനിൽക്കുന്നത് ബ്രഹ്മമധ്വ ഗൗഡീയ സമ്പ്രദായത്തിന്റെ കീഴിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഭഗവത്ഗീത യഥാരൂപം തന്നെ പഠിക്കണം എന്ന് പറയുന്നത്? അത് ഭഗവാനിൽ നിന്ന് നേരിട്ട് വന്നതാണ്. അതിലെ എഡീഷൻസ്, ഡെലീഷൻസ്, കറക്ഷൻസ് ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഭഗവാൻ അത് ബ്രഹ്മാവിന് പകർന്നു നൽകി ജ്ഞാനം. ബ്രഹ്മാവ് പിന്നെ നാരദർക്ക്, പിന്നെ അങ്ങനെ താഴോട്ട് മധ്വാചാര്യർക്ക്, അതുപോലെ ചൈതന്യ മഹാപ്രഭു, പിന്നെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ, നമ്മുടെ ആത്മീയ ആചാര്യനായിട്ടുള്ള ശ്രീല പ്രഭുപാദ്, അങ്ങനെ ശ്രീല പ്രഭുപാദ് 32ാമത്തെ ആചാര്യനാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നത് നോക്കൂ. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഈ ഒരു മൊബൈൽ ഫോൺ, അതിന് ചാർജ് കിട്ടണമെങ്കിൽ ശരിയായ അതിന്റെ വയർ തന്നെ കണക്ട് ചെയ്യണം. അതുപോലെ ഭഗവാനിൽ നിന്ന് കിട്ടിയ ആ ജ്ഞാനം അതേപടി നമുക്ക് പകർന്നു തരണം, അല്ലേ? അതാണ് നമുക്ക് പ്രയോജനകരമാവുക. അതാണ് ഇവിടെ യഥാരൂപം നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി ഭഗവത്ഗീത പഠിതാവിന് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അർജുനൻ ഭക്തനും ശിഷ്യനും ഉറ്റമിത്രവുമാകയാലാണ് ഭഗവത്ഗീത അദ്ദേഹത്തിന് ഉപദേശിക്കപ്പെട്ടത്. അതുകൊണ്ട് അർജുനന് സമാനമായ ഗുണങ്ങളുള്ള ഒരാൾക്കാണ് ഭഗവത്ഗീത ഗ്രഹിക്കാൻ കഴിയുക. അപ്പൊ ഭഗവാന്റെ ഭക്തനാവണം, അല്ലേ? ഭഗവാനെ ഗുരുവായിട്ട് അംഗീകരിക്കണം. ഭഗവാനെ നമ്മള് ഉറ്റമിത്രമായിട്ട് കണക്കാക്കണം. അപ്പോഴാണ് നമുക്ക് ശരിയായിട്ട് ഗ്രഹിക്കാൻ സാധിക്കുക. ഭഗവത്ഗീത ഗീതോപദേശകന്റെ ആജ്ഞാനുസരണം സ്വീകരിക്കപ്പെടേണ്ടതാണ്. ഭഗവത്ഗീതയുടെ അന്തസ്സത്ത ഭഗവത്ഗീതയിൽ തന്നെ സൂചിതമായിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഒരു മരുന്ന് സേവിക്കാൻ നാം ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ലേബലിൽ കൊടുത്ത നിർദ്ദേശങ്ങൾ നാം പാലിക്കണം. നാം ഒരിക്കലും നമ്മുടെ തന്നെ ആശയമനുസരിച്ചോ ഒരു സ്നേഹിതന്റെ നിർദ്ദേശം അനുസരിച്ചോ മരുന്ന് കഴിക്കരുത്. ലേബലിൽ കാണുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചോ ഭിഷഗ്വരന്റെ ഉപദേശം അനുസരിച്ചോ സേവിക്കേണ്ടതാണ്. അതുപോലെ ഭഗവത്ഗീതയും ഗീതോപദേശകന്റെ ആജ്ഞാനുസരണം സ്വീകരിക്കപ്പെടേണ്ടതാണ്. ഭഗവാൻ കൃഷ്ണനാണ് ഇവിടെ ഗീതോപദേശകൻ. ഭഗവത്ഗീതയുടെ ഓരോ താളിലും അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ് എന്ന് പറയുന്നുണ്ട്. ഭഗവത്ഗീത മനുഷ്യ ജീവിതത്തിന്റെ ഒരു ലൈഫ് മാനുവൽ ആണെന്നാണ് പറയുന്നത്. എന്താ അങ്ങനെ പറയുന്നത്? ഇപ്പോ ഒരു എന്താ പറയാ, വീട്ടിലേക്കുള്ള ഒരു ഉപകരണോ ഒരു ടോയോ എന്ത് വാങ്ങുമ്പോഴും അതിൻ്റെ കൂടെ ഒരു മാനുവൽ ഉണ്ടാവും, അല്ലേ? ഒരു ബുക്ക്ലെറ്റ് ഉണ്ടാവും. അപ്പോ അത് നോക്കി വായിച്ചിട്ടാണ് നമ്മൾ അത് പ്രവർത്തിപ്പിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ അതിന് ലോങ് ലൈഫായിരിക്കും കിട്ടുക. അതല്ലാതെ നമ്മൾ അറിഞ്ഞുകൂടാതെ പ്രവർത്തിപ്പിക്കുമ്പോൾ പെട്ടെന്ന് കേട് വന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ശ്രേഷ്ഠമായിട്ടുള്ള ഈ മനുഷ്യ ജന്മം നമുക്ക് ലഭിച്ചിട്ട് ഈ മനുഷ്യ ജീവിതം
നമുക്ക് ശ്രേഷ്ഠമായി ജീവിക്കണ്ടേ, സഫലമായിട്ടുള്ള ജീവിതം ഉണ്ടാവണ്ടേ, അതിനുള്ള ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഒരു ലൈഫ് മാനുവൽ ആയിട്ട് ശ്രീമദ് ഭഗവത്ഗീതയെ നമുക്ക് കണക്കാക്കണം. ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ 6 അധ്യായങ്ങൾ കർമ്മയോഗമാണ്, മധ്യത്തിലുള്ള 6 അധ്യായങ്ങൾ ഭക്തിയോഗമാണ്, അവസാനത്തെ 6 അധ്യായങ്ങൾ ജ്ഞാനയോഗമാണ്. ഇപ്പൊ ഭഗവത്ഗീത എന്ന് പറഞ്ഞാല് മറ്റെല്ലാ ശാസ്ത്രങ്ങളും എടുക്കുകയാണെങ്കിലും ഒരു ടോർച്ചിന്റെ അത്ര പ്രകാശമേ അതിന് പരത്താൻ സാധിക്കുള്ളൂ. എന്നാൽ ഭഗവത്ഗീത ആ ഒരു ഒറ്റ ഗ്രന്ഥം മതി എല്ലാ അജ്ഞാനമാകുന്ന അന്ധകാരത്തിനെയും മാറ്റി പ്രകാശപൂരിതമാക്കും അത് എന്നാണ്. സൂര്യനെ പോലെ പ്രകാശം ഉള്ളതാണ് ഭഗവത്ഗീത, അത്രയും മഹത്വം ഉള്ളതാണ്. ഭഗവത്ഗീത ചർച്ച ചെയ്യുന്ന 5 വിഷയങ്ങളുണ്ട്. എന്തൊക്കെയാണ് 5 വിഷയങ്ങള്? ഈശ്വരൻ, ജീവാത്മാവ്, ഭൗതിക പ്രകൃതി, കാലം, കർമ്മം. അതൊക്കെ നമ്മൾ പോകെ പോകെ പഠിക്കും. ഗീതാ മാഹാത്മ്യം ഒന്ന് കേൾക്കാം നമുക്ക് ഗീത പഠിക്കുന്നതിന് മുമ്പ്. ഇപ്പൊ ഗീതാ മാഹാത്മ്യത്തിലെ 1-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ഗീതാശാസ്ത്രമിതം പുണ്യം യപ്പഠേത് പ്രയതപുമാൻ വിഷ്ണു പദമവാപ്നോതി ഭയശോകാദിവർജിത എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഭഗവത്ഗീത ഒരു അതീന്ദ്രിയ സാഹിത്യമാണ്. അത് വളരെ ശ്രദ്ധയോടുകൂടി വായിക്കണം. ഗീതാശാസ്ത്രമിതം പുണ്യം യപ്പഠേത് പ്രയതപുമാൻ. ഭഗവത്ഗീതയുടെ നിർദ്ദേശങ്ങൾ വേണ്ടവണ്ണം പിന്തുടരുന്നവർ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും മുക്തരാവും. ഭയശോകാദിവർജിത, ജീവിതത്തിലെ എല്ലാ ഭയങ്ങളിൽ നിന്നും വിമുക്തരാവും. അടുത്ത ജന്മം ആത്മീയ ജീവിതം കൈവരിക്കുകയും ചെയ്യാം. ധർമ്മശാസ്ത്രങ്ങളെ സംശയദൃഷ്ട്യാ വീക്ഷിക്കുന്ന അജ്ഞരും അവിശ്വാസികളുമായവർക്ക് ഈശ്വര അവബോധം ലഭിക്കുന്നില്ല. ഭഗവാനോട് ശ്രദ്ധയുണ്ടാവണം, അതുപോലെ ഭഗവാന്റെ വാക്കുകളിൽ ശ്രദ്ധയുണ്ടാവണം. അങ്ങനെയുള്ളവർക്കാണ് ഈശ്വരാവബോധം ലഭിക്കുള്ളൂ എന്നാണ് ഗീതാ മാഹാത്മ്യത്തിന്റെ 2-ാമത്തെ ശ്ലോകം. ഗീതാധ്യയനശീലസ്യ പ്രാണായാമപരസ്യ ച നൈവ സന്ധിഹി പാപാനി പൂർവജന്മകൃതാനി ച. ആത്മാർത്ഥമായി ഗൗരവമായിട്ട് ഭഗവത്ഗീത വായിക്കുന്ന ഒരാളെ ഭഗവത് കരുണയാലെ മുമ്പ് ചെയ്ത പാപങ്ങളുടെ ഫലം ബാധിക്കില്ല എന്നാണ്. അനേക ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്കിപ്പൊ ഈ ഒരു മനുഷ്യ ജന്മം കിട്ടിയിട്ടുള്ളത്, അല്ലേ? കുറേ കർമ്മവാസനകള്, കുറേ കർമ്മഫലങ്ങള് ഒക്കെ കൊണ്ടാണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത് ഇവിടെ. ഭഗവത്ഗീത പരമദിവ്യോത്തമ പുരുഷന്റെ മുഖനിർഗതമാണ്. ഗംഗ ഭഗവാന്റെ പാദപങ്കജ നിർഗതമാണ്. ഭഗവാന്റെ മുഖവും പാദവും തമ്മിൽ തീർച്ചയായും യാതൊരു വ്യത്യാസവുമില്ല. എങ്കിലും പക്ഷപാതമില്ലാത്ത ഒരു പഠനത്തിൽ ഭഗവത്ഗീത ഗംഗാജലത്തേക്കാൾ കുറെ കൂടി പ്രധാനമാണ് എന്ന് മനസ്സിലാക്കാം. അതിന്റെ ശ്ലോകം ഇവിടെയാണ്. മലിനേ മോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സകൃത് ഗീതാമൃതസ്നാനം സംസാരമലനാശനം. നിത്യവും ജലത്തിൽ സ്നാനം ചെയ്ത് ദേഹശുദ്ധി വരുത്താം. എന്നാൽ ഭഗവത്ഗീതയാകുന്ന ഗംഗാജലത്തിൽ ഒരിക്കലെങ്കിലും സ്നാനം ചെയ്യുന്ന വ്യക്തിയുടെ ഭൗതിക ജീവിതത്തിലെ എല്ലാ മാലിന്യങ്ങളും നശിച്ചു പോകുന്നു. നമ്മളെ ഒരിക്കലെങ്കിലും ഈ ഭഗവത്ഗീത നമ്മൾ പഠിക്കണം എന്നാണ്. എന്നും വായിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ എന്താണ് ഈ ശ്രീമദ് ഭഗവത്ഗീതയില് എന്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഭഗവാന്റെ വാണിയാണ് അത്. ഭഗവാൻ എന്താണ് സന്ദേശം അതിലൂടെ നമുക്ക് തരുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. 4-ാമത്തെ ശ്ലോകം. ഗീതാസു ഗീതാ കർത്തവ്യ കിമന്യേ ശാസ്ത്രവിസ്തരേ യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാദ്വിനിസൃത. ഭഗവത്ഗീത പരമദിവ്യോത്തമ പുരുഷനാൽ ഉപദേശിക്കപ്പെട്ടതാകയാൽ മറ്റൊരു വേദ സാഹിത്യവും പഠിക്കേണ്ടതില്ല. ഭഗവത്ഗീത ശ്രദ്ധയോടും കൃത്യനിഷ്ഠയോടും കൂടി ശ്രവിക്കുകയും വായിക്കുകയും ചെയ്താൽ മതി. ഇന്നത്തെ കാലത്ത് ആളുകൾ ലൗകിക വ്യാപാരത്തിൽ അത്രയധികം മുഴുകിയിരിക്കുന്നത് കൊണ്ട് വേദസാഹിത്യം മുഴുവൻ പഠിക്കുക അവർക്ക് അസാധ്യമാണ്. എന്നാൽ അതിന്റെ ആവശ്യമില്ല. ഈ ഒറ്റ ഗ്രന്ഥം മാത്രം മതി ഭഗവത്ഗീത. കാരണം അത് എല്ലാ വേദസാഹിത്യങ്ങളുടെയും സാരസർവസ്വമാണ്. മാത്രമല്ല പ്രത്യേകിച്ചും അത് പരമദിവ്യോത്തമ പുരുഷനാൽ ഉപദിഷ്ടമാണ്.
അഞ്ചാമത്തെ ശ്ലോകം. ഭാരതാമൃത സർവസ്വം വിഷ്ണു വക്ത്രാദ്വിനിസൃതം ഗീതാ ഗംഗോദകം പീത്വാ പുനർജന്മന വിദ്യത്തെ. അപ്പൊ ഗംഗാജലം പാനം ചെയ്യുന്നവർക്ക് മോക്ഷമുണ്ട് എന്നാണ്. ഭഗവത്ഗീതാമൃതം പാനം ചെയ്യുന്നവർക്കോ പിന്നെ പറയാനുണ്ടോ? മഹാഭാരതത്തിന്റെ സാരാമൃതമാണ് ഭഗവത്ഗീത. ആദി വിഷ്ണുവായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ സ്വയമേവ ഉപദേശിച്ചതാണ്. ആറാമത്തെ ശ്ലോകം. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. എന്താണ് ഗീതോപനിഷത്ത്? ഭഗവത്ഗീത എല്ലാ ഉപനിഷത്തുക്കളുടെയും സാരമാണത്. എല്ലാ ഉപനിഷത്തുക്കളും ഒരു പശുവിനെ പോലെയാണ്. ഗോപകുമാരൻ എന്ന് പ്രശസ്തനായ ഭഗവാൻ കൃഷ്ണൻ ആ പശുവിനെ കറക്കുന്നു. അർജുനൻ ഒരു പശുക്കിടാവിനെ പോലെയാണ്. പണ്ഡിതന്മാരും പരമഭക്തന്മാരും അമൃത തുല്യമായ ദുഗ്ധമായിട്ടുള്ള ആ ഭഗവത്ഗീത പാനം ചെയ്യുകയാണ്. നമുക്കും അങ്ങനെ കുറച്ച് പാനം ചെയ്യാം. ഇപ്പൊ ഗീതാമാഹാത്മ്യം 7-ാമത്തെ ശ്ലോകം. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവാ. ഇക്കാലത്ത് ജനങ്ങൾ ഒരേ ഒരു ധർമ്മഗ്രന്ഥത്തെയും ഒരേ ഒരു ഈശ്വരനെയും ഒരേ ഒരു മതത്തെയും ഒരേ ഒരു പ്രവൃത്തിയും മാത്രം സ്വീകരിക്കാൻ ഉത്സുകരാണ്. ആകയാൽ ഏകം ശാസ്ത്രം ദേവകീപുത്ര ഗീതം, ഒരൊറ്റ ഗ്രന്ഥം മാത്രം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് പൊതുവായിട്ടുള്ള ഏക ധർമ്മഗ്രന്ഥം ഭഗവത്ഗീത. ഏകോ ദേവോ ദേവകീപുത്ര ഏവ, സമസ്ത വിശ്വത്തിനും ഒരേ ഒരു ഈശ്വരൻ മാത്രം ഉണ്ടായിരിക്കട്ടെ ശ്രീകൃഷ്ണൻ. ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി, ഒരേ മന്ത്രം, ഒരേ തന്നാമ സങ്കീർത്തനം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കർമാപ്യേകം തസ്യ ദേവസ്യ സേവ, ഒരൊറ്റ പ്രവൃത്തി മാത്രം ഉണ്ടായിരിക്കട്ടെ. എന്താണത്? പരമദിവ്യോത്തമ പുരുഷ സേവനം, ഭഗവത് സേവനം. അത് മാത്രമായിരിക്കണം നമ്മുടെ പ്രവൃത്തി. കാരണം നമ്മള് മനുഷ്യനായിട്ട് ജനിച്ച നമ്മളൊക്കെയും ആ ഭഗവത് അംശമാണ്, ഭഗവാന്റെ അംശങ്ങളാണ്. നമ്മുടെ ആ ചൈതന്യമായിട്ടിരിക്കുന്ന നമ്മുടെ ജീവാത്മാവ്, ആ സത്ത അവബോധം, അത് ഭഗവാന്റെ അംശം തന്നെയാണ്. നമ്മുടെ മൂലസ്വരൂപം എന്താണ്? ഭഗവാന്റെ നിത്യദാസരാണ് നമ്മള്. ഭഗവാന് സേവനം ചെയ്തുകൊണ്ട് നമ്മള് ആ ഭക്തിയിൽ പുരോഗമിക്കണം. ഭഗവാനിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. അതാണ് ഭഗവത്ഗീത നൽകുന്ന സന്ദേശം. ഭഗവത്ഗീത എല്ലാ ഉപനിഷത്തുക്കളുടെയും സാരമാണ് എന്നിവിടെ പറഞ്ഞു. ഭക്തിഭാവത്തോടെ വേണം ഭഗവത്ഗീതയെ സ്വീകരിക്കാൻ. ഭഗവാൻ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുന്നുണ്ട് ഭാഗവതത്തില്. ഈശ്വരാ പരമാ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം എന്ന് ബ്രഹ്മസംഹിത പറയുന്നുണ്ട്. സർവകാരണങ്ങൾക്കും കാരണം ഗോവിന്ദനാണ്. ആദി പുരുഷനായിട്ടുള്ള ആ പരമ പുരുഷോത്തമനാണ്. സച്ചിദാനന്ദ വിഗ്രഹനായിട്ടുള്ള ആ ഭഗവാൻ കൃഷ്ണൻ. അപ്പൊ ഭഗവാനോട് വിധേയ മനോഭാവത്തോടെ നമ്മൾക്ക് ഗീത പഠിക്കാം. ഭഗവാന്റെ ഉപദേശങ്ങളൊക്കെ ശ്രദ്ധയോടെ കേട്ട് മനനം ചെയ്ത് സ്വന്തം ജീവിതത്തിൽ അത് നമ്മൾക്ക് പകർത്താൻ സാധിക്കണം. ഭഗവത്ഗീത നമ്മൾക്ക് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് അറിയണ്ടേ എന്താണ് ഭഗവത്ഗീത? നമ്മുടെ ജീവിതത്തില് എത്രമാത്രം പ്രാധാന്യമാണ് അതിനുള്ളത്? ഏത് സാഹചര്യത്തിലാണ് ഭഗവാൻ ഈ ജ്ഞാനം നൽകിയത്? ഇതൊക്കെ നമ്മൾ ഒന്ന് അറിയണ്ടേ. അപ്പോ ഒരു തരത്തിൽ പറഞ്ഞാല് ഈ ഭഗവത്ഗീത ഒരു ക്ലാസിക് കോൺവെർസേഷൻ ആണ് എന്ന് പറയണം. ഭഗവാനും അർജുനനും തമ്മിൽ നടന്നതാണ് അല്ലെ. അതും 5000 വർഷം മുമ്പാണ്. കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചാണ്. ഒരേ വംശപരമ്പരയിൽപ്പെട്ട 2 കുടുംബത്തിലെ ആളുകള്, പാണ്ഡുപുത്രൻ യുധിഷ്ഠിരൻ മഹാരാജാവ് 7 അക്ഷൗഹിണിയുമായിട്ട് ഒരു വശത്ത്, ധൃതരാഷ്ട്രപുത്രനായിട്ടുള്ള ദുര്യോധനൻ 11 അക്ഷൗഹിണിയുമായിട്ട് മറുവശത്ത് മുഖാമുഖം നിൽക്കുകയാണ്.
ഇവർ പരസ്പരം ആലിംഗനം ചെയ്യാനാണോ? അല്ല, അല്ലേ? യുദ്ധഭൂമിയാണ്. ധാർമ്മികവും അധാർമികവുമായിട്ടുള്ള ശക്തികൾ തമ്മിലുള്ള യുദ്ധം നടക്കാൻ പോവുകയാണ്. യുദ്ധത്തിനും കാരണമായത് എന്താണ്? കൗരവപക്ഷത്ത് നിന്ന് നാളിതുവരെ പാണ്ഡവരോട് ഉണ്ടായിട്ടുള്ള മോശം വ്യവഹാരമാണ്. മഹാഭാരതം നമുക്കറിയാവുന്നതാണ്, അല്ലേ? അതൊന്നും വിസ്തരിച്ച് പറയേണ്ട കാര്യമില്ല, അല്ലേ? നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ പാണ്ഡവർക്ക് അവകാശപ്പെട്ട രാജ്യം 13 വർഷത്തെ വനവാസത്തിന് ശേഷവും തിരികെ നൽകാൻ തയ്യാറായില്ല. പാണ്ഡവപുത്രവധു ദ്രൗപദിയെ അപമാനിക്കുക തുടങ്ങി എണ്ണിയാൽ തീരാത്തത്ര ഉപദ്രവങ്ങളാണ് കൗരവർ പാണ്ഡവരോട് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അല്ലെ? ഇന്ദ്രപ്രസ്ഥം തിരികെ നൽകാൻ വിസമ്മതിച്ച കൗരവരുടെ അടുത്ത് സന്ധി സംഭാഷണത്തിനായിട്ട് ശ്രീകൃഷ്ണൻ പോകുന്നുണ്ട്. പകുതി രാജ്യം അവർക്ക് നൽകണം എന്ന്. ഇല്ല, പറ്റില്ല എന്ന്. എന്നാൽ 5 ഗ്രാമം പറ്റില്ല. 5 വീട്, ഒരു വീട് പോലും നൽകാൻ ദുര്യോധനൻ തയ്യാറായില്ല. യുദ്ധമല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് വന്നു. അങ്ങനെ യുധിഷ്ഠിരൻ തന്റെ 4 സഹോദരന്മാരോടും ശ്രീകൃഷ്ണനോടുമൊപ്പം 7 അക്ഷൗഹിണി സേനയുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ചു സമയത്തിനകം യുദ്ധം ആരംഭിക്കും. ഈ വേളയില് വില്ലാളി വീരനായിട്ടുള്ള അർജുനനിൽ ഉണ്ടായ ആ വിവശതയും സംശയങ്ങളും ഒക്കെ മാറ്റുന്നതിനായിട്ടാണ് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചത്. 5000 വർഷം മുമ്പുള്ളതാണ് എങ്കിലും ഇന്നും ഭഗവത്ഗീതയ്ക്ക് പ്രസക്തിയുണ്ട്. അതിന്റെ മേന്മ കൂടി കൂടി വരികയാണ് ദിനം പ്രതി. 100ഓളം വിദേശ സർവകലാശാലകളില് ഗീത പാഠ്യവിഷയമാണ്. ഓരോ വ്യക്തിയുടെ ഉള്ളിലുള്ള ദൈവശക്തികളുണ്ട്, അല്ലെ, ഗുണങ്ങളുണ്ട്. അതൊക്കെ പ്രബലമാക്കാൻ ഈ വൈദിക ജ്ഞാനം നമുക്ക് സഹായമാവുന്നുണ്ട്. ജീവിതത്തില് ധർമ്മം ആചരിക്കണം, അല്ലെ, അനുഷ്ഠിക്കണം. ജീവിതയാത്രയില് ശരിയായ വഴി തിരഞ്ഞെടുക്കാനും വ്യക്തി ജീവിതമൊക്കെ ആനന്ദപൂർണമാക്കണം, അല്ലെ? ദുഃഖ നിവൃത്തി ഉണ്ടാവണം, അല്ലെ? സുഖമാണ് എല്ലാവർക്കും വേണ്ടത്. ഒപ്പം സമാജത്തിന്റെ മംഗളത്തിനും ഗീത ഒരു മാർഗദർശിയാണ്. ഒരു ഉദാഹരണത്തിലൂടെ വിവരിക്കട്ടെ. ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എത്തേണ്ട സ്ഥലത്തിന്റെ ഗൂഗിൾ മാപ്പ് എടുത്തു വെക്കും. ഇപ്പോഴൊക്കെ അങ്ങനെയാണ്, അല്ലെ? പുതിയ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോഴ് കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും എളുപ്പ വഴിയിലൂടെ എത്തിച്ചേരുന്നത് എങ്ങനെയെന്ന് അത് കാണിച്ചു തരും നമുക്ക്. മാത്രല്ല, വഴിയിൽ വല്ല ട്രാഫിക് ജാം ഒക്കെ ഉണ്ടാവുമ്പോഴ് മറ്റൊരു വഴിക്ക് നാവിഗേറ്റ് ചെയ്ത് നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ഇതുപോലെയാണ് ഭഗവത്ഗീത. നിരന്തരം നമുക്ക് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കും. ആർക്കെങ്കിലും പറയാനാവോ നമ്മുടെ ഇതുവരെയുള്ള നമ്മുടെ ജീവിതം എടുത്തു നോക്കിയാല് കഠിനമായിട്ടുള്ള ഘട്ടങ്ങള്, പ്രയാസങ്ങള് വന്നിട്ടില്ല എന്ന്? എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും, അല്ലെ? ഭഗവാന്റെ നിർദ്ദേശം സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ഘട്ടങ്ങളെയൊക്കെ എളുപ്പത്തിൽ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. അതാണ് ഭഗവത്ഗീതയുടെ മഹത്വം. ദ മോസ്റ്റ് പ്രാക്ടിക്കൽ വേ പോസിബിൾ. അത് ഭഗവത്ഗീത നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി ഗൂഗിൾ മാപ്പിന് നൽകാൻ സാധിക്കാത്ത ഒരു മഹത്വം കൂടി ഭഗവത്ഗീതയ്ക്കുണ്ട്. ഗൂഗിൾ മാപ്പിൽ നമ്മൾ ഡെസ്റ്റിനേഷൻ കാണിച്ചു കൊടുക്കണം, അല്ലെ? പക്ഷേ വ്യക്തി ജീവിതത്തിന്റെ ലക്ഷ്യവും ഉദ്ദേശവും ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരാണ് ചെയ്യുന്നത്. ഇപ്പോ ഈ ജീവിതം, മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാല് ജന്മ, മൃത്യു, ജര, വ്യാധി, ഇത്തരത്തിലുള്ള ക്ലേശങ്ങള്, അല്ലെ? ഇഷ്ടജന സൗകര്യം പോലെ വെച്ചോ. ഞാൻ 9 മണി കൊടുത്ത് ഇപ്പൊ നടക്കുക ക്ലാസ്. ഹരേ കൃഷ്ണ. മ്യൂട്ട് ചെയ്യൂ എല്ലാവരും. അപ്പൊ അതൊന്നും, ഈ വ്യാധികള്, ക്ലേശങ്ങള്, ജന്മ, മൃത്യു, ജരാവ്യാധികളൊന്നും ആർക്കും ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല, അല്ലെ? എന്നാൽ ഇതൊന്നുമില്ലാത്ത ഭഗവാന്റെ ലോകമുണ്ട്. അവിടേക്ക് എങ്ങനെ പ്രവേശിക്കാം എന്ന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറഞ്ഞു തരാനുണ്ടോ ഞങ്ങൾക്ക്? ഹരേ കൃഷ്ണ. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരാനുണ്ടോ? അതല്ലെന്ന് പറഞ്ഞിരുന്നു. നിർദ്ദേശം തരുന്നാണല്ലോ പറഞ്ഞിരുന്നു. ഭഗവത്ഗീതയെ കുറിച്ചിട്ടോ ഒരു എന്താ പറയാ, ഒരു ചെറുതായിട്ടൊരു വിവരണം, ഒരു കാര്യം. നിങ്ങൾ നാളെ മുതൽ തുടങ്ങുന്ന ക്ലാസിന്റെ ഒരു നിർദ്ദേശങ്ങൾ തരും 9 മണിക്ക് എന്നാ പറഞ്ഞിരുന്നത്. ആ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഉവ്വ്, തീർച്ചയായിട്ടും ഉണ്ട്. ആ നിർദ്ദേശങ്ങൾ പറയും, എന്നിട്ട് കഥ പറയാൻ തുടങ്ങും. ശരി. നിർദ്ദേശങ്ങൾ എന്താന്ന് വെച്ചാല്,
എല്ലാവരും അറ്റൻഡൻസ് ചെയ്യണം. അറ്റൻഡൻസിന്റെ ലിങ്ക് ഇടും. അത് അറിയാത്തത് നമ്മുടെ അഡ്മിൻസ് ഉണ്ട്, അവരുടെ നമ്പറുകൾ 5 പേരുടെ നമ്പർ ഗ്രൂപ്പിലിടും. അവരോട് ചോദിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അന്നന്ന് എടുക്കുന്ന ചാപ്റ്ററിന്റെ ലൈവ് ക്ലാസ് ക്വിസ് നടക്കും. മ്യൂട്ട് ചോദ്യോത്തരങ്ങൾ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ഉണ്ടാവും. സംസാരിച്ച അത് കേട്ട് ക്വിസ് നിങ്ങൾക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞതിനകത്ത് മ്യൂട്ട് ചെയ്താൽ നല്ലതാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും കേൾക്കില്ല. അതാണ്. ഹരേ കൃഷ്ണ. അപ്പോ ചോദ്യോത്തര വേള നമ്മൾ ഉണ്ടാവും. പറയുന്ന അവിടെ കേൾക്കും. മ്യൂട്ട് ചെയ്തില്ല. ചോദ്യോത്തര വേളയില് അന്ന് എടുത്ത ചാപ്റ്ററിന്റെ എന്ത് നാളെ ക്ലാസ് ഉള്ളു. ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. അതിന് ഉത്തരങ്ങൾ കിട്ടുന്നതായിരിക്കും. അന്നന്നത്തെ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ക്വിസ് അന്നന്ന് ചെയ്യാവുന്നതാണ്. അറ്റൻഡൻസും ക്വിസും ഒക്കെ 80-85% ഒക്കെ ആവശ്യമാണ്. സർട്ടിഫിക്കറ്റ് കിട്ടും നിങ്ങൾക്ക് 18 ദിവസത്തിന് ശേഷം. പിന്നെ എന്താണ് അറിയേണ്ടത്? പിന്നെ എല്ലാ ദിവസവും ഒരേ ടൈമിൽ തന്നെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? 9 മണിക്കാണ് ക്ലാസ് ഉണ്ടാവുക. 1 മണിക്കൂറാണ് ദൈർഘ്യം ഉണ്ടാവുക. 9 മണി മുതൽ 10 മണി വരെ. 10 മണി വരെ. അതിലെ അവസാനത്തെ 5 മിനിറ്റ് ചോദ്യോത്തര വേളയായിരിക്കും. കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ സമയം നീണ്ടുപോകും. അത്രേ ഉള്ളൂ. പിന്നെ 55 മിനിറ്റും ക്ലാസ് തന്നെയാണോ? ക്ലാസ് ആയിരിക്കും. ഒരു ചാപ്റ്ററിനെ കുറിച്ചായിരിക്കും പറയാ. അതിൽ ചിലപ്പോൾ കഥകൾ പറയുന്നുണ്ടാവും. ഭഗവാന്റെ നിർദ്ദേശങ്ങള്, ഭഗവാന്റെ സന്ദേശങ്ങള് ഒക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും. എല്ലാ ശ്ലോകങ്ങളും ടച്ച് ചെയ്യില്ല, കാരണം എല്ലാ ശ്ലോകങ്ങളും എടുക്കാൻ 1 മണിക്കൂർ മതിയാവില്ല. പ്രധാനപ്പെട്ട ശ്ലോകങ്ങളെല്ലാം പറയും, പക്ഷേ സാരാംശം മുഴുവനായിട്ടും നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കും. ഹരേ കൃഷ്ണ. പദാനുപദം ഒരു ശ്ലോകം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കുകയാണോ ചെയ്യുന്നത്? പദാനുപദം ചെയ്ത 1 മണിക്കൂറിൽ നമ്മൾക്ക് തീരില്ല. അതുകൊണ്ട് ശ്ലോകം വായിച്ച് അതിന്റെ വിവർത്തനം പറഞ്ഞ് പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വ്യക്തമാക്കി തരും. ശരി. അതെ, ഈ ഒരു ശ്ലോകത്തില് ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു അർത്ഥം ഉണ്ടെങ്കിൽ അത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും നിങ്ങൾ സമർത്ഥിക്കണ്ട? അങ്ങനെ പറഞ്ഞു തരാനൊക്കെ പറ്റും. അത് സംശയം ചോദിച്ചാൽ മതി. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയും. പിന്നെ അത് വ്യക്തമായിട്ടില്ലെങ്കിൽ ഞങ്ങൾ വ്യക്തമാക്കി തരാൻ ബാധ്യസ്ഥരാണ്. ഈ കർമ്മണ്യവാധികാരേഷു എന്നൊക്കെ പറയുന്നില്ലേ? ഉവ്വ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, അതായത് ചില ശ്ലോകങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങേണ്ടി വരും. ധന്യമായിട്ടുള്ള ശ്ലോകങ്ങള് നിരവധിയുണ്ട്. അതൊക്കെ നമ്മൾ പ്രധാന ശ്ലോകങ്ങളായിട്ട് തന്നെ പഠിപ്പിക്കും. ഓക്കെ, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോ നമുക്ക് നാശമില്ലാത്ത സുഖം, എല്ലാവർക്കും സുഖമാണ് വേണ്ടത് അല്ലെ? ദുഃഖ നിവൃത്തിയാണ് ഈ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അപ്പൊ നാശമില്ലാത്ത സുഖം അത് ഭഗവത്ഗീതയ്ക്ക് നൽകാൻ സാധിക്കും. കിങ് ഓഫ് നോളജ് എന്നാണ് ഭഗവത്ഗീതയെ പറയുന്നത്. ഇന്നിപ്പോ ഒട്ടനവധി സെൽഫ് ഹെൽപ്പ് ബുക്സ് ഒക്കെ അവൈലബിൾ ആണ് അല്ലെ മാർക്കറ്റില്. പക്ഷെ ഭഗവത്ഗീതയിലും മികച്ചതായിട്ട് ഒരു സെൽഫ് ഹെൽപ്പ് ബുക്ക് നമുക്ക് കാണിക്കാൻ സാധിക്കില്ല എന്നാണ്. അപ്പോ ഇനി എന്തെങ്കിലും പ്രഭുവിന് ചോദിക്കാനുണ്ടോ? ഇപ്പോ അർജുനൻ, നമുക്കൊക്കെ ഭഗവത്ഗീതയുടെ കുറച്ചൊക്കെ അറിയാം അല്ലെ? ഭഗവത്ഗീത എന്താണ്? അങ്ങനെ അർജുനൻ തളർന്നു പോയ വേളയില് അല്ലെ, പൂജനീയരായവര് അസ്ത്രം കൊണ്ട് നേരിടണം എന്ന് വന്ന വേളയില് അർജുനൻ തളർന്നു പോയി അല്ലെ? അങ്ങനെ വന്ന വേളയിലാണ് ഭഗവാൻ ഈ ധർമ്മം ഉപദേശിച്ചു കൊടുത്തിട്ട് എൻകറേജ്മെന്റ് കൊടുക്കണത് അല്ലെ? അപ്പോ അർജുനൻ പറയുന്നുണ്ട്, എന്റെ മനസ്സ് തകരുന്നു, തളരുന്നു, വരളുന്നു എന്ന്. അപ്പൊ അതിനെ നന്നാക്കാൻ ആര് ചെയ്യണം? സ്വയം ചെയ്യണം അല്ലെ? ഉദ്ധരേതാത്മനാത്മാനം എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെയാണ് നമ്മളെ ഉയർത്തേണ്ടത് അല്ലെ? മാറ്റേണ്ടത് ഞാൻ തന്നെയാണ്. തകരുന്ന മനസ്സിനെ തകരാത്തതാക്കണം, തളരുന്ന മനസ്സിനെ വളരുന്ന മനസ്സാക്കണം അല്ലെ? അതുപോലെ വരളുന്ന ആ മനസ്സിനെ വളരുന്ന മനസ്സാക്കാം. ഒക്കെ നമുക്കേ സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു
40 നിലം ബിൽഡിംഗ് കാണുന്നുണ്ട് വിചാരിക്കുക. അത്രയും വലിയ സമസ്യകളായിരിക്കാം ചിലപ്പോ നമ്മുടെ ജീവിതത്തിലും. എങ്ങനെ മറികടക്കാമെന്നറിയാതെ നമ്മളിങ്ങനെ പകച്ചു നിൽക്കുകയാണ്. ഇപ്പൊ നമ്മള് സപ്പോസ് നമ്മൾ ഫ്ലൈറ്റിൽ പോവാണ്. മുകളിൽ എത്തിയിട്ട് താഴേക്ക് നോക്കുകയാണെങ്കിൽ ആ ബിൽഡിംഗ് വളരെ ചെറുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ? ചെറുതാക്കാൻ കഴിഞ്ഞതാണോ? അല്ല, 10,000 അടി ഉയരത്തിൽ എത്തിയതിനാലാണ് നമ്മുടെ ആ ദൃഷ്ടികോൺ അത് മാറി അല്ലെ? സമസ്യ ചെറുതായി. അപ്പോ നമുക്ക് പരിതസ്ഥിതിക്ക് മുകളിൽ ഒന്നും നമുക്ക് നിയന്ത്രണങ്ങളില്ല. നിയന്ത്രണത്തിനൊക്കെ പരിമിതിയുണ്ട്. എന്നാലോ നമ്മുടെ ചേതനയുടെ മേല് നമുക്ക് നിയന്ത്രണം ഇല്ല. നിസ്സീമമായിട്ടുള്ളതാണ്. ഇപ്പോ ഭഗവത്ഗീത പറയാണ്, നിങ്ങൾ ചേതനയെ ആ ഫ്ലൈറ്റ് എന്നുള്ള ആ ഭഗവത്ഗീത എന്നുള്ള മാധ്യമത്തിലൂടെ ഉയർത്തുക ചേതനയെ. അപ്പൊ നിങ്ങളുടെ ചേതന ആ 10,000 അടി ഉയരത്തിൽ എത്തുമ്പോൾ വലിയ സമസ്യകൾ പോലും ചേതനയുടെ ഔന്നത്യത്താലെ വളരെ ചെറുതായിട്ട് അനുഭവപ്പെടും. നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും. സമസ്യ കഠിനമെന്ന് തോന്നില്ല. ഇതാണ് ഗീതാ സന്ദേശം എന്നുള്ളത്. ഹരേ കൃഷ്ണ. ഇനി എന്താണ് അറിയേണ്ടത്, പറയാനുള്ളത്? ഇപ്പൊ ധർമ്മം ആണ് അല്ലെ? ധാർമ്മികമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഇപ്പോ നമ്മുടെ എന്താ പറയാ, ഭഗവത് സംബന്ധിയായിട്ടുള്ള ധർമ്മങ്ങൾ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? നമ്മളെ ഇങ്ങോട്ട് സൃഷ്ടിച്ച് അയച്ചപ്പോഴ് ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. നമ്മളതൊക്കെ ഇടയ്ക്ക് വെച്ച് മറന്നുപോയി. അതൊക്കെ ഒന്ന് റീഎസ്റ്റാബ്ലിഷ് ചെയ്യണം. നമുക്ക് ഭഗവത്ഗീത പഠിക്കുന്നതിലൂടെ അതാണ് നേടാൻ പോകുന്നത് നമ്മള്. എന്തായാലും ഈ 18 ദിവസത്തെ ഭഗവത്ഗീത പഠനത്തിന് ശേഷം നിങ്ങൾക്ക് എന്തായാലും ഒരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും. ഒരു കാര്യം ചെയ്യാമോ? ഇതിനു മുമ്പ് ഭഗവത്ഗീത പഠിച്ചവര് ചാറ്റ് ബോക്സിൽ ഒന്ന് യെസ് ടൈപ്പ് ചെയ്യാമോ? വൈ ടൈപ്പ് ചെയ്താലും മതി. ഹരേ കൃഷ്ണ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠിപ്പിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഹരേ കൃഷ്ണ. ആദ്യമായിട്ട് പഠിക്കുന്നവര് പറയണ്ട. മുമ്പ് പഠിച്ചിട്ടുണ്ട് ഭഗവത്ഗീത എന്നുള്ളവര് ചാറ്റ് ബോക്സിൽ ഒന്ന് യെസ് അടിച്ചോളൂ. ഹരേ കൃഷ്ണ. ഇപ്പോ സഹയജ്ഞ പ്രജാ സൃഷ്ട പുരോവാച പ്രജാപതി. ഭഗവത്ഗീതയിൽ പറയണതാണ്, നീ യജ്ഞം ചെയ്ത് ജീവിക്കുക എന്നാണ്. ഇപ്പൊ നെയ്യ് അഗ്നിയിൽ ഇങ്ങനെ ഹോമിച്ചുകൊണ്ടിരിക്കുക, അതാണോ? അത് മാത്രാണോ യജ്ഞം? അല്ല. യജ് എന്നുള്ള വാക്കിന് ഈശ്വര പൂജ, ദാനം, സൽസമാഗമം എന്നൊക്കെ അർത്ഥമുണ്ട്. മാത്രല്ല സഹകരണം എന്നുകൂടി അർത്ഥമുണ്ട്. സഹകരിച്ച് ജീവിക്കണം നമ്മള്. എന്തിനോടൊക്കെ? പ്രകൃതിയോട്, കുടുംബാംഗങ്ങളോട്, അതുപോലെ സമൂഹത്തിനോട് എല്ലാം വേണ്ടപ്പോൾ നമ്മൾ സഹകരിക്കണം. അഞ്ജന മാതാജി, ഹരേ കൃഷ്ണ. അഞ്ജന മാതാജി മ്യൂട്ട് ചെയ്യൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോ പ്രകൃതിയെ സൃഷ്ടിച്ചത് സഹകരണത്താലാണ് അല്ലെ? ഇപ്പൊ സൂര്യൻ ഉദിക്കുന്നുണ്ട്, സൂര്യന്റെ ചൂട്, അതുകൊണ്ട് വെള്ളമൊക്കെ ചൂടാവണു അല്ലെ? മഴ പിന്നെ അങ്ങനെ നീരാവിയായി പോയി. പിന്നെ ഒരു ഘട്ടം വരുമ്പോൾ, സമയമാവുമ്പോൾ അത് മഴയായിട്ട് താഴോട്ട് തന്നെ പതിക്കുന്നു അല്ലെ? ഭൂമിയിൽ മഴ ലഭിച്ചാലോ സസ്യങ്ങൾ വളരും. സസ്യം മനുഷ്യരും ജീവജാലങ്ങളും ഒക്കെ ആഹാരമാക്കണു. പിന്നെ അവർക്ക് സന്തതി പരമ്പരകൾ ഉണ്ടാവുന്നു. ഇതെല്ലാം കൂടെ എത്ര സുഘടിതമായിട്ടാണ് വർത്തിക്കുന്നത്. ഇതെല്ലാം ആരാണ് ഇങ്ങനെ നിലനിർത്തുന്നത്? നമുക്കറിയണ്ടേ? അപ്പോ ഒരു ദിവസം നമ്മൾ ആലോചിക്കുക, ഈ സൂര്യൻ സ്ട്രൈക്ക് ചെയ്തു വിചാരിക്കുക, എന്താ അല്ലേ സ്ഥിതി ഉണ്ടാവുക? അതുപോലെ ഏതെങ്കിലും ഒരു നാള് സൂര്യനോ വായുവോ ഒക്കെ സമരം ചെയ്താല്
എല്ലാം പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് ഈ ലോകം തന്നെ നിലനിൽക്കുന്നത്. എപ്പോഴും സഹകരണം വേണം നിലനിൽപ്പിന്. നമ്മുടെ ഈ ഈ ശാരീരികമായിട്ടുള്ള എല്ലാ അവയവങ്ങളും തമ്മിലും സഹകരിക്കണം. എന്നാലേ നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാനോ നടക്കാനോ ഒക്കെ സാധിക്കുള്ളൂ. ഇപ്പൊ കൈകള് രണ്ട് കൈയും ഒരുപോലെ സഹകരിച്ചാലേ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ കാലാണെങ്കിലും ഒന്ന് നടക്കണം, ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു കാല് മുന്നോട്ടും ഒരു കാല് പിന്നോട്ടും പോയാൽ നടക്കാൻ കഴിയില്ല. എവിടെയും സഹകരണമാണ് വേണ്ടത്. ഇപ്പോ ബുദ്ധിയും കണ്ണും പ്രവർത്തിച്ചാലേ ഒരു സംഗതി കാണാൻ സാധിക്കുള്ളൂ. ആഹാരം കഴിച്ചാൽ അത് ദഹിക്കാനും ഒക്കെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ ഒരു സഹകരണത്തിലാണ് ജീവിക്കുന്നത്, അല്ലേ? ഇപ്പോ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ദഹിക്കുന്നുണ്ട് ശരിക്ക്. ഇപ്പൊ അതില് രക്തത്തിൽ ചേരേണ്ടത് അവിടെ, മാംസത്തിൽ ചേരേണ്ടത് അവിടെ, മനസ്സില് ബുദ്ധിയിൽ ചേരേണ്ടത് അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. ആന്തരികമായിട്ട് പലതും നമ്മൾ അറിയാതെ നടക്കുന്നുണ്ട്. ഇതൊക്കെ പരസ്പര സഹകരണത്താലാണ്, അല്ലേ? കഴിച്ചത് ദഹിച്ചില്ല, പ്രശ്നാവും, അല്ലേ? കണ്ണ് കണ്ടില്ലെങ്കിൽ പ്രശ്നാവും. അപ്പോ എല്ലായിടത്തും നടക്കേണ്ട ഒരു കാര്യമാണ് യജ്ഞം എന്ന് പറയുന്നത്. അങ്ങനെ പരസ്പര സഹകരണം. അപ്പോ എന്താ പറയാ, ഈ ആചാര്യന്മാര് യജുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്, എത്ര വിശ്വം ഭവതി ഏകനീഢം. അതായത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു പക്ഷി കൂടാണ്. ഈ കൂട്ടിൽ താമസിക്കുന്ന പക്ഷികളെ എല്ലാം പരസ്പരം സഹകരിച്ച് യോജിച്ച് ജീവിക്കണം. യജ്ഞമാണ് ജീവിതം എന്നാണ്. അപ്പൊ നമ്മൾ അതൊക്കെ പോകെ പോകെ പഠിക്കും. ഭഗവത്ഗീത നമ്മള് കൂടുതൽ നാളെ മുതൽ മനസ്സിലാക്കുകയാണ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദിക്കാനുള്ളത് ഒക്കെ ചോദിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ ഇതിന് ടെക്സ്റ്റ് ബുക്ക് ഗീതയുടെ ടെക്സ്റ്റ് വേണ്ടേ? പുസ്തകം നമ്മളെ കയ്യിൽ ഭഗവത്ഗീത വേണ്ടേ? ഭഗവത്ഗീത യഥാരൂപം വാങ്ങിയാല് നല്ലതാണ്. ഐസ്കോണിന്റെ അല്ലേ ഉദ്ദേശിക്കുന്ന മാഡം? അതെ, അത് വാങ്ങിച്ചാല് നല്ലതാണ്. അതെന്റെ അടുത്തുണ്ട്, എന്റെ അടുത്തുണ്ട്. അത് മതി. ശരി, താങ്ക് യു. ഇനിയും ഇനി എന്താ ചോദിക്കാനുള്ളത്? ചോദിക്കും. ഹരേ കൃഷ്ണ മാതാജി, കേൾക്കാമോ? ഹരേ കൃഷ്ണ മാതാജി. പ്രഭു പറയൂ. അതായത് ഇവരെ പേരൊക്കെ ശരിക്കുള്ള പേര് എഴുതണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റൻഡൻസ് നോക്കാൻ കഴിയില്ലല്ലോ. മൊബൈൽ ഫോണിന്റെ നമ്പർ ഇതൊക്കെ പേരിരിക്കുന്നത്. അതെ, അത് ഒരു കാര്യമാണ്. അത് എല്ലാവരും ചെയ്യുക. എല്ലാവരും ശരിയായ പേര് എഴുതണം.